ഹായ് ഹലോ ആദ്യ നയനത്തിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നടക്കാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ചാണ് കേട്ടോ പറയാൻ പോകുന്നത്. അങ്ങനെ ഗോവിന്ദിന് വല്ലാണ്ട് നെഞ്ചുവേദനയും വല്ലാണ്ട് ബുദ്ധിമുട്ടൊക്കെ വരികയാണ്. അപ്പൊ നമ്മുടെ മക്കൾക്ക് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടെന്നൊക്കെ തോന്നുന്നത് പോലെ ഗോവിന്ദിന് വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നയനയാണെങ്കിലോ അവളെ മഴ നനഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അതേ സമയത്ത് തന്നെ ഗോവിന്ദൻ ഇങ്ങനെ ആ സാധനങ്ങളൊക്കെ പിറക്കി അകത്തേക്ക് വെക്കാൻ പറയുന്നുണ്ട്. അപ്പൊ തന്നെ അവര് പറയാണ്, കനകം പറയാണ്, ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ ഗോവിന്ദേട്ടനോട് എല്ലാം പറക്കി വെക്കാന്ന്, ഇപ്പൊ കണ്ടോ മഴയത്ത് കിടന്ന് ഓടേണ്ട അവസ്ഥയായില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ പ്രശ്നം, എന്താ പറ്റിയത്, നമുക്ക് മക്കളെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ടെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ മുറ്റത്ത് നായന നിൽക്കുന്ന സമയത്ത് അനി പോയിട്ട് ആദർശനോട് പറയുന്നുണ്ട്, ഏട്ടാ ഇതൊന്നും അത്ര നല്ലതല്ല കേട്ടോ. ഏട്ടത്തി എന്താണെന്ന് പറഞ്ഞാലും മുറ്റത്തിറങ്ങി നിൽക്കുന്നത് ഒരു സ്ത്രീയോട് ഇങ്ങനെ ചെയ്യുന്നത് വല്ലാത്ത ക്രൂരതയാണ്. അമ്മായും ഇതുപോലെ ഒരുപാടൊക്കെ ഏട്ടത്തിയെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ, ഓഹോ നീ ഇപ്പൊ അവളുടെ സൈഡാണല്ലേ, അതെങ്ങനാ, നിനക്ക് വിഷമം ഉണ്ടാകത്തില്ലോ, അത് എന്റെ അമ്മയല്ലേ അവൾ പറഞ്ഞത്, അതുകൊണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ അനി പറയാണ്, ഇന്നേ വരെ ഞാൻ എന്റെ അമ്മ ചേട്ടന്റെ അമ്മ എന്ന് ഒരിക്കലും തരംതിരിച്ച് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. എന്നിട്ടൊരു കുടയുമായിട്ട് നേരെ നയന അടുത്തേക്ക് പോയിട്ട് നയനോട് പറയാണ്, ഏട്ടത്തി ഈ കുടം മേടിക്കുന്നു പറയുമ്പം നയന പറയുന്നു, എനിക്കറിയായിരുന്നു നീ എന്നെ അന്വേഷിച്ച് ഇറങ്ങി വരുമെന്ന്, നീ എന്നെ സ്വന്തം ചേട്ടത്തെയോ ചേച്ചിയെ പോലെ കരുതുന്നത് എനിക്ക് മനസ്സിലായി ഇനി, പക്ഷെ എനിക്കിപ്പോ ഈ കുട വേണ്ടാന്ന് പറയാണ്. അതെന്താ ഏട്ടത്തി അങ്ങനെ പറഞ്ഞത്, ഈ കുട മേടിക്കെന്ന് പറയുമ്പം, വേണ്ട അനി, എന്നെ ഇവിടെ ഒരാൾ ഇറക്കി വിട്ടില്ലേ, അയാൾ തന്നെ വന്ന് വിളിച്ചാൽ മാത്രമേ ഈ സ്ഥലത്തൊന്നും ഞാൻ ചലിക്കത്തുള്ളൂ, അതുകൊണ്ട് എനിക്ക് ഈ കുടയുടെ ആവശ്യമില്ല, നീ പോയിക്കോളെന്ന് പറയാൻ കേട്ടോ. എനിക്ക് പറയുന്നുണ്ട്, ഏട്ടത്തി ദയവ് ചെയ്ത് ഈ കുട പിടിക്കുക, ഇങ്ങനെ മഴത്തിനാൽ ചേച്ചി നാളെ എഴുന്നേൽക്കില്ല, ചേച്ചിക്ക് വല്ല അസുഖം പിടിക്കും എന്നൊക്കെ പറയുമ്പോൾ നായന് പറയാണ്, വേണ്ടടാ ഇതിലും വലിയ മഴ, ഇതിലും വലിയൊരു പേമാരി എന്റെ മനസ്സിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് അതൊന്നും സാരമില്ല, ഇതൊക്കെ എനിക്ക് നല്ല ശീലമുണ്ട് എന്നിങ്ങനെ നായന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദർശ് പറയുന്നത്, ചേച്ചി ദയവ് ചെയ്ത് ഞാൻ പറഞ്ഞ കേൾക്കെന്ന് പറയുമ്പോൾ എന്നോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നീ ഇപ്പൊ ഇവിടുന്ന് പോ എന്ന് പറഞ്ഞിട്ട് നയന അനിയെ വഴക്ക് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ കൊടയുമായി വന്ന അനി അകത്തേക്ക് കയറി പോയിട്ട് ഇതെന്തായാലും ശരിയായ ഒരു നടക്ക് പോവില്ല എന്ന് പറഞ്ഞിട്ട് അനി ഓർക്കാണ് അവരുടെ വീട്ടുകാരെ തന്നെ വിളിക്കാമെന്ന് ഓർക്കുന്നു. അങ്ങനെ അനി ഫോൺ എടുത്ത് കനകയെ വിളിക്കുകയാണ് കേട്ടോ. അപ്പൊ കനക ധൃതി വെച്ചിട്ട് ആ ഒരു ഇതൊക്കെ പറക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വിഗ്രഹങ്ങളൊക്കെ. അപ്പോഴേക്കും ഫോൺ എടുത്തിട്ട് എന്താ മോനും ചോദിക്കുമ്പം, അമ്മേ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളാണ്, നയനേട്ടത്തി ഇതുപോലെ ആദർശിട്ടും വെളിയിലേക്ക് ഇറക്കി വിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് നടന്ന സംഭവങ്ങൾ മൊത്തം ഇങ്ങനെ അനി പറയാൻ കേട്ടോ. അതായത് വന്നതും ദേവയാനിയോട് സംസാരിച്ചതും ആദർശം ഇറക്കി വിട്ടതും മഴയത്ത് നിൽക്കുന്നതുമായ കാര്യങ്ങൾ മുഴുവനും പറയുന്നുണ്ട്. എന്നിട്ട് പറയണം, എത്രയും പെട്ടെന്ന് അമ്മയച്ചനും ഉടമ്പരുന്ന് വരാവോ, ചേട്ടത്തി എന്ത് ചെയ്തിട്ടും പെരക്കകത്ത് കയറാൻ സമ്മതിക്കുന്നില്ല, ആദർശേട്ടനും കയറ്റാൻ സമ്മതിക്കുന്നില്ല, അമ്മ ഇങ്ങോട്ടേക്ക് വന്നേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ വരാൻ മോനേന്നും പറഞ്ഞിട്ട് ധൃതി വെച്ചിട്ട് കനകം ഫോൺ കട്ടാക്കുകയാണ്. അപ്പം ഗോവിന്ദൻ ചോദിക്കുന്നു, എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. പറഞ്ഞു, ഇതുപോലെ നമ്മുടെ മോളെ ആദർശ് വഴക്കുണ്ടാക്കി വെളിയിൽ ഇറക്കി വിട്ടു, എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകണമെന്ന് പറയാണ്. അപ്പോഴേക്കും ഗോവിന്ദൻ പറയുന്നു, അവിടെ ഇങ്ങനെ പ്രശ്നം നടക്കുമ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ നയന ചോദിക്കുകയാണ്, എന്താ ഏട്ടൻ ഈ പറയുന്നത്, നമ്മുടെ മോളെ അവിടെ മഴയത്ത് നനഞ്ഞു നിൽക്കുക, എന്തായെന്ന് അറിയണ്ടേ, നമുക്ക് അങ്ങോട്ട് പോകാം, പെട്ടെന്ന് വാന്ന് പറഞ്ഞിട്ട് ധൃതി വെച്ച് വിളിക്കുകയാണ്. നന്ദു ഈ സമയത്ത് ഇവിടെ ഇല്ലല്ലോ, നന്ദു വന്നാൽ എന്ത് ചെയ്യും ചോദിക്കുമ്പോൾ അവൾ എന്തെങ്കിലും ചെയ്തോളും, ആദർശേട്ടൻ ഇങ്ങോട്ട് വാ, അല്ല സോറി ഗോവിന്ദേട്ടൻ ഇങ്ങോട്ട് വാന്നും പറഞ്ഞിട്ട് കനകം ഗോവിന്ദനെ വിളിച്ച് വീടും പൂട്ടി അവിടുന്ന് ഇറങ്ങാൻ കേട്ടോ. അങ്ങനെ ഒരു ഓട്ടോ വിളിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെയാണെങ്കിൽ ആദ്യമാണെങ്കിലും അതുപോലെ നടന്ന സംഭവങ്ങളും നയനുള്ള സ്നേഹം ഇങ്ങനെ എല്ലാം ഇങ്ങനെ അവന്റെ ഒരു ഹൃദയത്തിന്റെ ഫ്രെയിമിലൂടെ ഇങ്ങനെ മാറി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റേ കടൽക്കാറ്റിൻ നെഞ്ചിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സോങ് ഒക്കെ ഈ സമയത്ത് പ്ലേ ചെയ്യുന്നുണ്ട്. വാട്ടർ പ്രൂഫ് മേക്കപ്പ് ഒക്കെ ഇട്ട് നയന വെളിയിൽ മഴയത്ത് നനഞ്ഞ് നിൽക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ദേവയാനി ആണെങ്കിൽ അകത്ത് നിന്ന് ഇങ്ങനെ സന്തോഷം നിൽക്കുകയാണ്. അപ്പൊ ജലജ പറയാണ്, ഇത് തന്നെയാണ് ഏട്ടത്തി അവൾക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ, ഇനി ഇവിടെ ഏട്ടത്തിയോട് ഒരു വാക്ക് പോലും മിണ്ടില്ല, ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയല്ലോ, ഇനി ഇവക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ലല്ലോ, മുത്തശ്ശൻ അച്ഛൻ പോലും കണ്ടില്ലേ ഒരു വാക്ക് പോലും മിണ്ടാതെ അകത്തേക്ക് കയറി പോയത് എന്നൊക്കെ പറയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ നവ്യയാണെങ്കിൽ തമിഴിന്റെ ബേസിട്ടാണ് പറയുന്നത്, നവ്യയാണെങ്കിൽ പോയിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഇത് കണ്ടിട്ട് ജാനകി ഒന്ന് ചോദിക്കുകയാണ്, നീ എന്തൊരു മനുഷ്യ സ്ത്രീയാ, എനിക്കൊക്കെ നയനമോളെ വെളിയിൽ നിൽക്കുന്ന കണ്ടിട്ട് വയറ് കത്തിയിട്ട് വയ്യ, ഒരു ഗ്ലാസ് വെള്ളം പോലെ ഇറങ്ങുന്നില്ല, ആ സമയത്ത് നീ ഇവിടുന്ന് ഫുഡ് കഴിക്കാണോ, നീ അവളുടെ ചേച്ചിയല്ലേ, ഒരു വാക്കെങ്കിലും അവളെ ഇറക്കി വിടരുന്ന് നീ പറഞ്ഞോ, ആ സമയത്ത് നിന്റെ മുഖം ശ്രദ്ധിച്ചതാ, ഭയങ്കര സന്തോഷിച്ച്, എന്തൊരു ഹാപ്പി ആയിട്ട് നിന്ന്, നീ ഒരു മനുഷ്യ സ്ത്രീ ആണോന്നൊക്കെ ചോദിക്കുമ്പോ അവളെ ചോദിക്കാണ്, നവ്യ ചോദിക്കാണ്, അതിനിപ്പോ ഞാനിത് തെറ്റ് ചെയ്തത്, ഫുഡ് കഴിച്ചത് ഇത്ര ഒരു തെറ്റാണോ, അത് മാത്രമല്ല ആദർശ് പറഞ്ഞു കേട്ടല്ലേ മുത്തച്ഛനും മുത്തശ്ശിയും പോലും ഒന്നും മിണ്ടാൻ പാടില്ലാന്ന്, അവര് പോലും ഒന്നും മിണ്ടിയില്ലല്ലോ, ആ സമയത്ത് ഞാൻ എന്ത് പറയാനാ, പിന്നെ ദേവയാനി അപ്പച്ചോട് അവൾ അങ്ങനെ സംസാരിച്ചിട്ടല്ലേ അങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നത്, മര്യാദ കൊടുത്ത് സംസാരിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമെല്ലാം ഉണ്ടാവായിരുന്നു, അതുകൊണ്ട് എന്റെ മെക്കിട്ട് കയറിയിട്ട് യാതൊരു പ്രയോജനവുമില്ല, അവളുടെ കയ്യിലെ തെറ്റിന് അവൾ അനുഭവിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ, പിന്നെ ഞാനൊരു ഗർഭിണിയെ പെൺകുട്ടിയല്ലേ, എനിക്ക് വിശക്കൊക്കെ ചെയ്യില്ലേ, ആ സമയത്ത് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ഇത്ര വലിയ അപരാധമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ നവ്യ പറയുമ്പോ ജാനകി എന്തൊരു ജന്മമാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുമ്പം ജാനകിയെ നോക്കി വന്ന്
വന്നിരിക്കുന്നു എന്റെ മെക്കിട്ട് കയറാൻ എന്നും പറഞ്ഞിട്ട് അവൾ വീണ്ടും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കേട്ടോ. അങ്ങനെ വീണ്ടും നയനോട് നനഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. ഈ സമയത്ത് ഗോവിന്ദൻ നമ്മൾ അങ്ങോട്ടേക്ക് പോകണം ചോദിക്കുമ്പോൾ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്ന ആ കനകം അവനെയും കൂട്ടിക്കൊണ്ട് ഗോവിന്ദനെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് ഓട്ടോയിൽ കയറി വരുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ മുത്തശ്ശനാണെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയില്ല, ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. മുത്തശ്ശിയാണെങ്കിൽ ചെന്നിട്ട് മുത്തശ്ശനോട് പറയാണ്, നിങ്ങളൊന്നും കാണുന്നില്ലേ, നിങ്ങളല്ലേ വീടിന്റെ നാഥൻ, നിങ്ങളെ ചോദിച്ചില്ലെങ്കിൽ പിന്നെ ആര് ചോദിക്കാനാ? നമ്മുടെ വീട്ടിലേക്ക് മരുമകളായി കയറി വന്നൊരു പെൺകുട്ടിയെ ദാ പാതിരാത്രിയിൽ അതും പെരുമഴയത്ത് നിർത്തിയിരിക്കുക. അതിനൊക്കെ ആര് സമാധാനം പറയും? ഈ വിവരം വല്ലതും വെളിയിലെറിഞ്ഞാൽ എന്തായിരിക്കും മൂർത്തീസ് കമ്പനിയുടെ തന്നെ ഒരു പ്രസ്റ്റീജ്? അത് മാത്രമാണോ? ആ പെൺകുട്ടിയുടെ കണ്ണീര് ഈ തറവാട്ടിൽ വീണാൽ ഈ കാണുന്നതൊക്കെ വെന്ത് വെണ്ണീറായി പോകും എന്ന് മുത്തശ്ശി പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ്, അവൻ പറഞ്ഞത് കേട്ടതല്ലേ നീയും? അവന്റെ കല്യാണം നടത്തിയത് ഞാനാണെന്നും അതുകൊണ്ട് അവന്റെ ജീവൻ തകർന്നൊന്നും അല്ലേ അവൻ പറഞ്ഞതിനർത്ഥം? അതുപോലെ തന്നെ ഇപ്പോ അവൻ എന്നോടൊന്നും പറയരുത്, ഈ കാര്യത്തിൽ ഇടപെടരുന്ന് അവൻ പറഞ്ഞത് കേട്ടില്ലേ? അതുകൊണ്ട് ഈ പ്രശ്നം അവനായിട്ട് തന്നെ തീർക്കട്ടെ, അല്ലാതെ ഞാൻ ഇടപെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. മുത്തശ്ശി പറയണ, ഞാൻ ദേവ്യാനോട് പോയി സംസാരിക്കാമെന്നും പറഞ്ഞിട്ട് മുത്തശ്ശി ദേവ്യാനോട് ചെന്നിട്ട് പറയാണ്, ദേവ്യാനി നീ കാണിക്കുന്നൊന്നും ശരിയല്ല. നമ്മുടെ വീട്ടിലേക്ക് വന്നു കയറിയ മരുമകളാണ് അവൾ എന്തെങ്കിലും ശപിച്ചാല് ഈ കാണുന്നതൊക്കെ വെന്ത് വെണ്ണീറായി പോവും. അതുകൊണ്ട് തന്നെ നീ എത്രയും പെട്ടെന്ന് നിന്റെ മോനോട് പോയി പറഞ്ഞ് കാര്യങ്ങളൊക്കെ തീർപ്പാക്കാൻ നോക്ക്, ആ പെൺകുട്ടിയെ തിരിച്ചു വിളിക്കുക എന്ന് പറയുമ്പോൾ ദേവേനി പറയാണ്, ദയവ് ചെയ്ത് ഈ കാര്യത്തിൽ എന്നോടൊന്നും പറയരുത്, അവന്റെ തീരുമാനം നിങ്ങൾ കേട്ടതല്ലേ, ആദർശന് ഒറ്റ വാക്കേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാ അവൻ കയറിപ്പോയത്, അതുകൊണ്ടൊന്നും പറയാൻ എനിക്ക് സാധിക്കില്ല എന്നും പറഞ്ഞിട്ട് ദേവേനി ക്ഷമിക്കണം എന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് കനകവും ഗോവിന്ദനും വരികയാണ് കേട്ടോ. കനകവും ഗോവിന്ദനും വരുമ്പം കാണുന്ന കാഴ്ച ഇവളിങ്ങനെ മഴയത്ത് നിൽക്കുന്നതാണ്. അത് കണ്ട് സങ്കടം വന്നിട്ട് അവർ എൻ്റെ മോളെ എന്നും വിളിച്ചുകൊണ്ട് ഓടി വന്നിട്ട് കനകം നയനെ കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് എന്റെ മോളോട് ഈ ക്രൂരത ചെയ്തവരൊക്കെ അകത്ത് കയറി സുഖിച്ചിരിക്കുകയാണല്ലേ, ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോഴേക്കും നയനെ പറയണ വേണ്ടമ്മേ വേണ്ടെന്ന് പറയുമ്പം, ഇല്ല മോളെ പറ്റില്ല, ഈ അവസ്ഥയിൽ നിന്നെ കണ്ടിട്ട് ഒന്നും മിണ്ടാതെ പോവാൻ ഞങ്ങൾക്ക് പറ്റില്ല, നീ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞിട്ട് കനകം അവളുടെ കൈ പിടിച്ച് അകത്തേക്ക് കയറി പോവാണ്. അകത്തേക്ക് കയറി പോകുമ്പം എല്ലാരും ഇങ്ങനെ ഹാളിൽ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. ഓഹോ, അപ്പൊ എല്ലാരും ഇവിടെ തന്നെ ഉണ്ടല്ലേ, ഇങ്ങോട്ട് ഇറങ്ങി വാന്നും പറഞ്ഞിട്ട് കഥക് ഇങ്ങനെ വലിച്ചു തുറക്കാണ് കനകം. അപ്പോഴേക്ക് ഈ സൗണ്ട് ഇട്ടിട്ട് ആദർശും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാരും ഹാളിൽ തന്നെ ഉണ്ട്. കൊള്ളാം കൊള്ളാം അനന്തപുരിയുടെ പെരുമ, ഇത്രയൊന്നും അല്ല ഞാൻ അനന്തപുരിയെ കുറിച്ച് കേട്ടത്, എന്തുമാത്രം മഹത്വമുള്ളൊരു കുടുംബമായിരുന്നു. എനിക്ക് നന്നായി സമാധാനമായി, എല്ലാവർക്കും തൃപ്തിയായി. ഈ വീട്ടിലേക്ക് വിശ്വസിച്ച് കയറുന്നതിന് മരുമോളെ പേരും മഴയത്ത് അതും പാതിരാത്രിയിൽ നിങ്ങൾ ഇറക്കി വിട്ടില്ലേ, നിങ്ങളുടെ കുടുംബമഹിമ ഇത്രത്തോളമാണോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴേക്കും ദേവേനി പറയാണ്, നിങ്ങൾ കാര്യം പറയാൻ സംസാരിക്കരുത്, ആവശ്യമെന്ന് ഒച്ച വെക്കുന്ന പറയുമ്പോൾ നിർത്ത്, മിണ്ടിപ്പോകരുത് ഇനി എന്ന് പറയുമ്പോഴേക്കും ദേവേനി ഇങ്ങനെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ആദ്യമായിട്ടല്ലേ കനകം തിരിച്ച് സംസാരിക്കുന്നത്, അതുകൊണ്ട് അപ്പം ആദർശം ഇങ്ങനെ ഞെട്ടുകയാണ്. സ്വന്തം അമ്മേനെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇത് പറയാണ്, എല്ലാവരും കൂടി ഞാൻ ഒരു കാര്യം പറയാണ്, എന്റെ മകളെ വെളിയിലിറക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ സുഖമായിട്ടിരിക്കാന്ന് കരുതിയല്ലേ, കൊള്ളാം എല്ലാവരും കൊള്ളാം, മഴ നനയാതെ എല്ലാവരും സേഫായിട്ട് ഇരിപ്പുണ്ടല്ലോ, എന്റെ മകള് മാത്രം ആ പെരുമഴത്ത് നനഞ്ഞെന്ന് കണ്ടില്ലേ, ആ മുഖം കാണാൻ പോലും എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നു. തൊട്ടു മുമ്പ് തന്നെ നയന അവിടെ വെച്ച് പറഞ്ഞിരുന്നു, മഴയത്ത് വെച്ച് ഞാൻ കരുന്ന കണ്ണീര് മറ്റാരെങ്കിലും കണ്ടാൽ ഞാൻ ബലഹീനമായി പോകുമെന്ന് ഓർത്തിട്ടായിരിക്കും ഈശ്വരൻ ഈ മഴ എനിക്കായി തന്നത് അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോഴേക്കും നെഞ്ചുപൊട്ടി കനകം കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ബാക്കി എന്താണെന്നുള്ളത് നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.